ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനുള്ള തീരുമാനം കോർപ്പറേഷൻ കൌൺസിൽ യോഗം പാസാക്കി. 1 കോടി രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെടാനും തീരുമാനമായിട്ടുണ്ട്. മാനസ മനോജ് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മാനസ, സർക്കാർ തലത്തിലുള്ള സഹായധനം ജോയിയുടെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ആശ്വാസമായി ഇപ്പോൾ നഗരസഭയുടെ തീരുമാനവും വന്നിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെ? കാവ്യ, ജോയിയുടെ മരണം ഉണ്ടായതിനു ശേഷം തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്ന് കാര്യമായ രീതിയിൽ തന്നെ ഇടപെടൽ ഉണ്ടായിരുന്നു. ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകും എന്ന വാഗ്ദാനമായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഈ ഒരു തീരുമാനം കൗൺസിൽ യോഗത്തിൽ അറിയിക്കേണ്ടതുണ്ട്. സർക്കാരിനെ അറിയിക്കുന്നതിന് മുന്നോടിയായി കൗൺസിൽ യോഗം ഇത് പാസ്സാക്കേണ്ട കാര്യമായിരുന്നു. അത് സംബന്ധിച്ചുള്ള യോഗം ഇന്ന് ചേർന്നിരുന്നു. ഏതായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് യോഗം പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ കൂടിയും ഈ ഒരു യോഗത്തിൽ ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകാനുള്ള തീരുമാനവുമായി കോർപ്പറേഷൻ കൗൺസിൽ യോഗം പാസ്സാക്കുകയായിരുന്നു. 1 കോടി രൂപ ജോയിയുടെ അമ്മയ്ക്ക് നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം റെയിൽവേയോട് ആവശ്യപ്പെടാനുള്ള തീരുമാനം കൈക്കൊണ്ടതായി മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഈ നഗരത്തിൽ പ്രത്യേകിച്ച് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെയുള്ള കർശന നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മാലിന്യം ആരാണ് ഇത്തരത്തിൽ തള്ളുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ചില ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാലിന്യം തള്ളുന്ന വാഹനങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നും ഒപ്പം ഈ കാര്യത്തിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായം തേടുമെന്നുമാണ് നിലവിൽ മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. ശരി, മാനസ മനോജാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.